ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. സ്കൂളിലെ ശാസ്ത്രോത്സവ വേളയിൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഇങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്കുണ്ടായ സംശയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് നോക്കാം. വൈ ഈസ് ദിസ് കമ്പോണൻറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ സർക്യൂട്ട് ടു ലൈറ്റ് ദ LED പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പോണൻറ്റ് ആ സർക്യൂട്ടിൽ എന്തിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് കുട്ടിക്ക് സംശയം. അപ്പോൾ ഏത് കമ്പോണൻറ്റിനെ പറ്റിയാണ് പറയുന്നത്, നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാധാരണ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു LED പ്രകാശിപ്പിക്കണമെങ്കിൽ ഒരു ബാറ്ററിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സർക്യൂട്ടിൽ 2 റെസിസ്റ്ററും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് എന്തിനാണ് ഉൾപ്പെടുത്തിയെന്നാണ് കുട്ടിക്കൊരു സംശയം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുൻപുള്ള ക്ലാസ്സുകളിൽ ഇലക്ട്രിക് ചാർജിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. You know that objects acquire electric charge when rubbed against each other due to the transfer of electron. അതായത് ഉരസൽ മൂലം, അതായത് നമ്മൾ 2 വസ്തുക്കൾ തമ്മിൽ പരസ്പരം ഉരസുമ്പോൾ വസ്തുക്കൾക്ക് ഒരു ഇലക്ട്രിക് ചാർജ് ലഭിക്കുന്നത് അവയിൽ നിന്നും ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ടാണെന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇലക്ട്രോണുകളുടെ കൈമാറ്റം മൂലമാണ് ചാർജുകൾ ഉണ്ടാകുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കതൊന്ന് നോക്കാം. വാട്ട് ആർ ദ ഇലക്ട്രിക് ചാർജസ് ദാറ്റ് ഒബ്ജക്ട്സ് അക്വയർ വെൻ റബ്ഡ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ. അതായത് വസ്തുക്കളെ പരസ്പരം ഉരസുമ്പോൾ അവയ്ക്ക് ലഭിക്കുന്ന ഇലക്ട്രിക് ചാർജസ് ഏതൊക്കെയാണെന്ന്. ഏതൊക്കെ ചാർജാണ് ലഭിക്കുന്നത്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളുടെ ചാർജ് ഏതാണ്? ഇലക്ട്രോണുകൾക്ക് എന്ത് ചാർജാണ് ഉള്ളത്? നെഗറ്റീവ് ചാർജ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് ഏതാ? കുളോം. നെക്സ്റ്റ് നോക്കാം. കണക്ട് എ ചാർജ്ഡ് കപ്പാസിറ്റർ ബ്രാക്കറ്റിൽ 6 വോൾട്ട് 500 മൈക്രോഫാരഡ് ടു ആൻ LED ആസ് ഷോൺ ഇൻ ഫിഗർ 7.1. ഇവിടെ നമുക്ക് ഫിഗറിൽ ഒരു കപ്പാസിറ്റർ, ചാർജ് ചെയ്ത ഒരു കപ്പാസിറ്റർ LED കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും കാണാൻ പറ്റുന്നതെന്ന്. LED കുറച്ച് സമയത്തേക്ക് പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വാട്ട് ഹാപ്പൻസ് ടു ദ ഇലക്ട്രിക് ചാർജ് ഇൻ ദ കപ്പാസിറ്റർ വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ആൻ LED. ഇവിടെ പറഞ്ഞിരിക്കുന്നത് LED കണക്ട് ചെയ്തപ്പോൾ കപ്പാസിറ്ററിലെ ആ ഒരു ഇലക്ട്രിക് ചാർജിന് എന്താണ് സംഭവിച്ചിരിക്കുകയെന്ന്. ഇതിൻ്റെ ആൻസർ നമുക്ക് പറയാം. എൻ ഇലക്ട്രിക് ചാർജ് ഫ്ലോസ് ത്രൂ ദ LED ചാർജ് ഫ്ലോ ചെയ്തു നമുക്ക് പറയാം. What could be the reason for the LED not glowing continuously in this arrangement? ഈ അറേഞ്ച്മെൻറ്റിൽ LED എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് പ്രകാശിക്കാതിരുന്നതെന്ന്. ബിക്കോസ് ദ ചാർജ് ഓഫ് കപ്പാസിറ്റർ ഈസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ്. അതായത് കപ്പാസിറ്ററിൻ്റെ ചാർജ് പൂർണ്ണമായും നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അടുത്തൊരു എക്സ്പെരിമെൻറ്റ് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ വാച്ചിലും അതുപോലെ തന്നെ കാൽക്കുലേറ്ററിലൊക്കെ ഉപയോഗിക്കണം ബട്ടൺ ടൈപ്പ് സെല്ലുണ്ട്, അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് ഒരു LED പ്രകാശിപ്പിച്ചേക്കണ പിക്ചറാണ് തന്നിരിക്കുന്നത്. ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED തുടർച്ചയായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് കാണിച്ച ഒരു പിക്ചറിലാണെന്നുണ്ടെങ്കിൽ LED കുറച്ച് സമയത്തേക്ക് പ്രകാശിക്കണുള്ളൂ. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാം എന്താ, ഇൻ ദ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ദർ ഈസ് എ മൊമെൻ്ററി ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ ഈ ഇലക്ട്രിക് ചാർജ് കുറച്ച് നേരത്തേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ LED ബൾബ് കുറച്ച് നേരത്തേക്ക് പ്രകാശിച്ചത്. നമ്മൾ സെക്കൻഡ് കേസിലേക്ക് വന്നപ്പോൾ ദർ ഇസ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇവിടെ ഇലക്ട്രിക് ചാർജ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ LED ബൾബ് കുറച്ചധികം നേരത്തേക്ക് പ്രകാശിക്കുന്നത്. അടുത്തൊരു എക്സ്പെരിമെൻ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 കണ്ടെയ്നർ എടുക്കുക, ഒരേപോലെയുള്ള കണ്ടെയ്നർ എടുക്കുക, അതിൽ ഒരേ അളവിൽ ജലം എടുക്കുക. ഒന്നിൽ എന്തെങ്കിലും കളർ മിക്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഒരു ട്യൂബ് ഉപയോഗിച്ച് അതിൽ ജലം നിറച്ചതിന് ശേഷം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ വയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡസ് വാട്ടർ ഫ്ലോ ഫ്രം കണ്ടെയ്നർ A to B. എ എന്ന് പറയുന്ന കണ്ടെയ്നറിൽ നിന്നും ബിയിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ടോയെന്ന്. ഉണ്ടാവില്ല, കാരണം രണ്ടിലെയും ജലനിരപ്പ് തുല്യമാണ് അല്ലേ. ഇനി is the gravitational potential due to the height of the water level in the 2 containers the same. അതായത് ഈ 2 പാത്രങ്ങളിലെയും ജലത്തിൻ്റെ ആ ഉയരം കൊണ്ടുണ്ടാകുന്ന ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ തുല്യമാണോ അല്ലേ. ഇനി ഇവിടെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കണ്ടെയ്നർ A കുറച്ച് ഒന്ന് ഉയർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത് നൗ ഡസ് ദ വാട്ടർ ഫ്ലോ ഫ്രം കണ്ടെയ്നർ A to B. ഇപ്പോൾ A എന്ന് പറയുന്ന ആ ഒരു കണ്ടെയ്നറിൽ നിന്നും ബിയിലേക്ക് ജലം ഒഴുകുന്നുണ്ടോ എന്ന്.
ഒഴുകുന്നുണ്ട് അല്ലേ? യെസ് എന്ന് പറയാം നമുക്ക്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇൻ ദ എക്സ്പെരിമെൻറ്റ് ഷോൺ ഇൻ ഫിഗർ 7.3 വാട്ടർ ഡിഡ് നോട്ട് ഫ്ലോ ബിക്കോസ് ദ വാട്ടർ ലെവൽ ഇൻ ദ ടു കണ്ടെയ്നർ ഈസ് ദ സെയിം. അതായത് ആ ഫിഗർ 1 എന്ന് പറഞ്ഞ ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ സമയത്ത് രണ്ടിലെയും വാട്ടർ ലെവൽ തുല്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ ഫ്ലോ അവിടെ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇൻ ദ എക്സ്പെരിമെൻറ്റ് ഇൻ ഫിഗർ 7.4 വാട്ടർ ഫ്ലോഡ് ഫ്രം എ ടു ബി ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ വാട്ടർ ലെവൽ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിലേക്ക് വന്നപ്പോൾ കണ്ടെയ്നർ എ എന്ന് പറയുന്നത് ഇത്തിരി ഉയർത്തി വെച്ചു. അപ്പോൾ അവിടെ എന്താ, വാട്ടർ ലെവലിൽ ഒരു ഡിഫറൻസ് ഉണ്ടായി. അപ്പോൾ എയിൽ എന്ന് പറയുന്ന കണ്ടെയ്നറിൽ നിന്നും ബിയിലേക്ക് ജലം ഫ്ലോ ചെയ്യാൻ തുടങ്ങി. ഇവിടെ നമുക്ക് രണ്ട് സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സിറ്റുവേഷൻ നോക്കാം. എൻ അയൺ റോഡ് ടച്ചസ് ദ ഫ്ലെയിം ഓഫ് എ കാൻഡിൽ ആസ് ഷോൺ ഇൻ ഫിഗർ 7.5. ഇവിടെ ഫിഗർ എന്താ തന്നിരിക്കുന്നത്, ഒരു അയൺ റോഡ്, ഒരു മെഴുകുതിരിയുടെ ആ തീയിൽ ടച്ച് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. ഓൺ വിച്ച് പാർട്ട് ഓഫ് ദ റോഡ് വിൽ ദ ടെമ്പറേച്ചർ റൈസ് ഫസ്റ്റ് ആസ് സൂൺ ആസ് ഇറ്റ് ടച്ചസ് ദ ഫ്ലെയിം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, മെഴുകുതിരിയുടെ ആ ഒരു തീയിൽ അയൺ റോഡ് ടച്ച് ചെയ്ത സമയത്ത് ഏത് ഭാഗത്തായിരിക്കും കൂടുതൽ ടെമ്പറേച്ചർ എന്ന്. ഏത് ഭാഗത്തായിരിക്കും? ക്യൂ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ചൂടാവാൻ തുടങ്ങുന്നത് അല്ലേ? പി ഭാഗത്താണ് പിടിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ത്രൂ ദി റോഡ്. അപ്പോൾ ഇവിടെ ഈ ഒരു റോഡിലൂടെ ഹീറ്റ് ഒഴുകുന്നത് എവിടെ നിന്നും എങ്ങോട്ടേക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ക്യൂ ഭാഗമാണ് ചൂടായിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ക്യൂവിൽ നിന്നും പിയിലേക്കാണെന്ന് പറയാം. രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കാം. എ ട്യൂബ് ഫിൽഡ് വിത്ത് എയർ ടു ഇറ്റ്സ് മാക്സിമം ഈ ഷോൺ ഇൻ ഫിഗർ. ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് മാക്സിമം എയർ നിറച്ച ഒരു ട്യൂബാണ്. വെയർ ഈസ് ദ എയർ പ്രഷർ ഗ്രേറ്റർ. എയർ പ്രഷർ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഭാഗം ഇൻസൈഡ് ദ ട്യൂബ് ആണോ ഔട്ട്സൈഡ് ദ ട്യൂബ് ആണോ? ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഇൻസൈഡ് ദ ട്യൂബ് ആണ് അല്ലേ? ഇഫ് ദ വാൽവ് ഓഫ് ദ ട്യൂബ് ഈസ് ഓപ്പൺഡ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ എയർ ഫ്ലോ. ഇനി ആ ട്യൂബിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയറിൻ്റെ ഫ്ലോ എവിടെ നിന്ന് എവിടേക്കായിരിക്കും എന്ന്, അതായത് ഇൻസൈഡ് ദ ട്യൂബ് ടു ഔട്ട്സൈഡ് ആയിരിക്കും അല്ലേ? നമ്മൾ ഇത്രയും പറഞ്ഞ സിറ്റുവേഷനിൽ നിന്നും നമ്മൾ എന്ത് കൺക്ലൂഷനിലേക്കാണ് എത്തിച്ചേരുന്നതെന്ന് ഈ ടേബിളിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഫ്രം എ പോയിന്റ് ഓഫ് ഹൈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ടു എ പോയിന്റ് ഓഫ് ലോവർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഹീറ്റ് ഫ്ലോസ് ചെയ്യുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ നമുക്കത് പിന്നെ വായിക്കാം. എയർ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫ്രം എ പോയിന്റ് ഓഫ് ഹൈ പ്രഷർ ടു എ പോയിന്റ് ഓഫ് ലോ പ്രഷർ. വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഹൈ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലിൽ നിന്നും ലോ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലുള്ള ഭാഗത്തേക്കാണ് അല്ലേ? അതുപോലെ തന്നെ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നതോ ഹയർ ടെമ്പറേച്ചർ ടു എ ലോവർ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറുള്ള ഭാഗത്തു നിന്നും ലോ ടെമ്പറേച്ചറുള്ള ഭാഗത്തേക്കാണ്. എയർ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈ പ്രഷറുള്ള ഭാഗത്തു നിന്നും ലോ പ്രഷറുള്ള ഭാഗത്തേക്കാണ് എയർ ഫ്ലോ ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. ദ ഫ്ലോ ഓഫ് വാട്ടർ ഒക്കേർഡ് ബിക്കോസ് ദ ടു കണ്ടെയ്നേഴ്സ് ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് ഹൈറ്റ്സ്. അതായത് വാട്ടറിൻ്റെ ഫ്ലോ ഉണ്ടായിരുന്നത് രണ്ട് കണ്ടെയ്നറും തമ്മിലുള്ള ആ ഹൈറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായപ്പോഴാണ്. സിമിലർലി ഹീറ്റ് ഫ്ലോ ഒക്കേർഡ് ബിക്കോസ് ദർ വെർ ടു പോയിന്റ്സ് വിത്ത് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. ഹീറ്റ് ഫ്ലോ ചെയ്തതും ഇതുപോലെ തന്നെ ടെമ്പറേച്ചറിലെ ഡിഫറൻസ് കൊണ്ടാണ് ഹീറ്റ് ഫ്ലോ ചെയ്തത്. എയർ ഫ്ലോ ചെയ്യുന്നത് ഒക്കേർഡ് ബിക്കോസ് ദർ വെർ ടു റീജിയൻസ് ഹാവിങ് എ ഡിഫറൻസ് ഇൻ പ്രഷർ. അപ്പോൾ എയറിൻ്റെ ഫ്ലോ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? പ്രഷറിൽ ഡിഫറൻസ് വരുമ്പോൾ. അടുത്തതൊരു എക്സ്പെരിമെൻറ്റ് നോക്കാം. വൈൽ യൂസിങ് എ സൈഫൺ ദ ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം കണ്ടെയ്നർ എ ടു ബി ഈസ് പോസിബിൾ ഓൺലി അണ്ടിൽ ദ വാട്ടർ ലെവൽസ് ഇൻ ദ ബോത്ത് കണ്ടെയ്നേഴ്സ് ബിക്കം ഈക്വൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സൈഫൺ ഉപയോഗിച്ചിട്ട്, സൈഫൺ എന്ന് പറയുന്നത് ഒരു ട്യൂബാണ്, ചെറിയൊരു ട്യൂബിനെ പറയുന്നതാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെയ്നർ എയിൽ നിന്നും ജലത്തിനെ കണ്ടെയ്നർ ബിയിലേക്ക് മാറ്റാൻ കഴിയുന്നത് രണ്ടിൻ്റെയും ജലനിരപ്പ് ഒരേ ലെവൽ വരുന്നത് വരെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അല്ലേ? അതായത് ഒരെണ്ണം ഉയർന്നിരിക്കുകയാണ്, ഒരെണ്ണം താഴ്ന്നിരിക്കുകയാണ്. അപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് ജലം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടിലെയും ജലനിരപ്പ് തുല്യമാകുന്നത് വരെ മാത്രമേ ആ ഒരു ഒഴുക്ക് ഉണ്ടാവുള്ളൂ ജലത്തിൻ്റെ അല്ലേ? അപ്പോൾ ഇവിടെ നെക്സ്റ്റ് പറയുന്നത് എ പമ്പ് ഈസ് യൂസ്ഡ് ടു പമ്പ് ബാക്ക് ദ വാട്ടർ ഫ്രം ദ കണ്ടെയ്നർ ബി ടു എ. ദ പമ്പ് വർക്ക്സ് ടു കീപ്പ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം ബി ടു എ സെയിം ആസ് ദാറ്റ് ഫ്രം എ ടു ബി. ഇവിടെ നമ്മൾ ഒരു പമ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടെയ്നർ എയിൽ നിന്ന് കണ്ടെയ്നർ ബിയിലേക്ക് എത്രത്തോളം ജലം ഫ്ലോ ചെയ്യുന്നുണ്ടോ അത്രത്തോളം ജലത്തിന് നമുക്ക് ബിയിൽ നിന്നും എയിലേക്ക് തിരികെ ഫ്ലോ ചെയ്യിക്കാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ എക്സ്റ്റേണലായിട്ടൊരു പമ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, മനസ്സിലായോ പറഞ്ഞത്? ഈസ് ദർ എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് വാട്ടർ വൈൽ ദ പമ്പ് ഈസ് വർക്കിംഗ്. അപ്പോൾ ഇവിടെ പമ്പ് എന്തിനാണ് വർക്ക് ചെയ്യണത്? ഇതിൻ്റെ ആ ഒരു വാട്ടറിൻ്റെ ഫ്ലോനെ കണ്ടിന്യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ഉപയോഗിക്കുന്നത്? പമ്പ് ഉപയോഗിക്കുന്നത്.
ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടെയ്നറിൻ്റെ ഇടയിൽ ഒരു പമ്പ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടെയ്നറിലെയും വെള്ളം നിറയില്ല. കാരണം ഒന്നിൽ നിന്നും വെള്ളം ഫ്ലോ ചെയ്ത് മറ്റേലെത്തുമ്പോൾ ആ വെള്ളത്തിന് വീണ്ടും അത് പമ്പ് എന്ത് ചെയ്യും, എയിലേക്ക് എത്തിക്കും. അപ്പോൾ എയിൽ നിന്നും വീണ്ടും വെള്ളം ബിയിലേക്ക് പോകും, ബിയിൽ നിന്നും വീണ്ടും എയിലേക്ക് പോകും. അങ്ങനെ ഈ വാട്ടറിൻ്റെ ഫ്ലോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ ഇവിടെ റീസൺ കേട്ടോ. ഇവിടെ റീസൺ എന്താണെന്ന് അവർ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ ദ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് വാട്ടർ ദ ഡിഫറൻസ് ഇൻ വാട്ടർ ലെവൽസ് ഇൻ കണ്ടെയ്നേഴ്സ് എ ആൻഡ് ബി ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. ദിസ് ഡിഫറൻസ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ യൂസിങ് എ പമ്പ് വിച്ച് ആക്ട് ആസ് ആൻ എക്സ്റ്റേണൽ എനർജി സോഴ്സ്. ഇവിടെ ഇപ്പോൾ കാരണം എന്താ പറയുന്നത്, ഒരു എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ടുള്ള ഒരു പമ്പ് ഉപയോഗിച്ചപ്പോഴാണ് എ ബി എന്ന് പറയുന്ന രണ്ട് ആ കണ്ടെയ്നറുകളിലെ ആ ജലത്തിൻ്റെ ആ ഒരു ഉയരത്തിലുള്ള വ്യത്യാസത്തിനെ മെയിൻറ്റെയിൻ ചെയ്തതും അതേപോലെ തന്നെ വാട്ടറിൻ്റെ കണ്ടിന്യൂസ് ഫ്ലോയ്ക്ക് കാരണം ഈ പമ്പ് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കും. നെക്സ്റ്റ് നോക്കാം, ഹൗ ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് മെയ്ഡ് പോസിബിൾ ത്രൂ എ സർക്യൂട്ട്. അതായത് ഒരു സർക്യൂട്ടിൽ കൂടെയുള്ള ഇലക്ട്രിക് ചാർജസിൻ്റെ ആ ഒരു ഫ്ലോ എങ്ങനെയാണ് പോസിബിൾ ആകുന്നതെന്ന്. സൈഡ് ഹെഡിങ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. Observe the circuit in figure 7.8. Does the bulb glow when the switch is turned on? ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, 7.8 എന്ന് പറയുന്ന ഫിഗർ തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിനെ നമുക്ക് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബൾബ് പ്രകാശിക്കുമോ എന്ന്. ആ ഒരു സർക്യൂട്ട് കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ, അതിലൊരു ബാറ്ററി ഇല്ല. ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ ആ സർക്യൂട്ട് വർക്ക് ചെയ്യുള്ളൂ. അതായത് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ആ ബൾബ് പ്രകാശിക്കില്ല. നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം. ദ ബൾബ് വിൽ നോട്ട് ഗ്ലോ ബിക്കോസ് ദർ ഈസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് സി ആൻഡ് ഡി ടു അലോ ചാർജ് ടു ഫ്ലോ. അതായത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായാൽ മാത്രമേ അവിടെ ചാർജിന് ഒഴുകാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ ബൾബ് പ്രകാശിക്കുള്ളൂ. കാരണം മനസ്സിലായല്ലോ. അതിന് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു പാരഗ്രാഫിൽ പറയുന്നതും എക്സ്റ്റേണൽ എനർജി സോഴ്സിൻ്റെ കാര്യം തന്നെയാണ്. അതായത് ആ ബൾബ് തുടർച്ചയായിട്ട് പ്രകാശിക്കണമെങ്കിൽ ആ സർക്യൂട്ടിൽ കൂടി തുടർച്ചയായിട്ട് ഒരു എനർജി ഫ്ലോ ഉണ്ടായിരിക്കണം. അതായത് ഇലക്ട്രിക് ചാർജിൻ്റെ ഒരു ഫ്ലോ ഉണ്ടായിരിക്കണം. ആ ഒരു ഫ്ലോ ഉണ്ടാവണമെങ്കിൽ സി ഡി എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം വേണം. ഓക്കെ അല്ലേ. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ഉപയോഗിക്കണം. പ്രത്യേകിച്ച് ഒന്നുമില്ല പിള്ളേരെ, അതിൻ്റെ ഇടയിൽ ഒരു ബാറ്ററി കൊണ്ടുവന്ന് വയ്ക്കണം, അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ബോക്സിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പറയുന്നുണ്ട്, നമുക്കത് നോക്കാം. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points ഇൻ എ സർക്യൂട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് ചാർജ് ബിറ്റ്വീൻ ദീസ് 2 points. അതായത് ഒരു സർക്യൂട്ടിലെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് ചാർജിനെ ചലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡണ്ടെ അളവാണ് അവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ. എ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് എ സോഴ്സ് ഓഫ് എനർജി യൂസ്ഡ് ടു മെയിൻറ്റെയിൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. അതായത് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ രണ്ട് പോയിന്റുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എനർജി സോഴ്സിനെയാണ് എന്ത് പറയുന്നത്, സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന്. അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ഇ എം എഫ്. ഇ എം എഫ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഇനി 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും ഫിസിക്സ് പഠിക്കുന്നവർക്ക് ഉപയോഗിക്കേണ്ട ഒരു വേർഡാണ് ഇ എം എഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതെന്തായാലും മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഇ എം എഫിൻ്റെ ഫുൾ ഫോമാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. നമുക്കത് നോക്കാം. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് എ സെൽ വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ഇറ്റ്. ഇ എം എഫ് എന്ന് പറയുന്നത് എന്താ, ഒരു സെല്ലിൽ നിന്ന് സർക്യൂട്ടിലേക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് അതിൻ്റെ ടെർമിനലുകൾക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ പറയുന്നതാണ് എന്ത്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദ സോഴ്സ്. ആ ഒരു സോഴ്സിൽ നിന്നും നമുക്ക് പരമാവധി ലഭിക്കാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അതായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നു ദെർഫോർ ദ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ഓൾസോ കോൾഡ് ദ സോഴ്സ് ഓഫ് ഇ എം എഫ്. അതായത് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റീനെ പറയുന്നതാണ് എന്ത്, സോഴ്സ് ഓഫ് ഇ എം എഫ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടിയും പറയാം. ഇതാണ് ഒരു സർക്യൂട്ട് തന്നിരിക്കുന്നത്. സിയും ഡിയും എന്ന് പറയുന്ന ആ രണ്ട് പോയിന്റുകളെയാണ് നമ്മൾ ടെർമിനൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഞാനൊരു ബാറ്ററി കൊണ്ടുവന്ന് വെക്കാമെന്ന് കരുതാം. ഇപ്പോൾ അവിടെ കീ ഓൺ ആയിട്ടില്ല, കീ ഇപ്പോൾ തുറന്നുള്ള ഇരിക്കുന്നത്, അതുകൊണ്ട് അതിനെ ഓപ്പൺ സർക്യൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബാറ്ററി വെക്കുന്ന സമയത്ത് ആ ബാറ്ററിയുടെ ചാർജ് ആ സർക്യൂട്ടിൽ കൂടെ ഒഴുകണില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്നതാണ് ഇ എം എഫ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ബാറ്ററിക്ക് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഓൾറെഡി രണ്ട് പോയിന്റുകൾ തമ്മിൽ വ്യത്യാസമാണല്ലോ. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് പറയുന്നത് ഇ എം എഫ് എന്ന്. ഇനി വോൾട്ടേജ് എന്താണ് നോക്കാം. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 points ഇൻ എ കറണ്ട് ഫ്ലോയിങ് സർക്യൂട്ട് ഈസ് ഓൾസോ കോൾഡ് വോൾട്ടേജ്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ
വോൾട്ടേജ് എന്ന് പറയാറുണ്ട്. യൂണിറ്റ് ഓഫ് ബോത്ത് വോൾട്ടേജ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വോൾട്ട്. അപ്പോൾ വോൾട്ടേജിൻ്റെയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് മെഷേർഡ് യൂസിങ് വോൾട്ട് മീറ്റർ. അപ്പോൾ വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ സാധിക്കും. If the work done to move 1 coulomb of electric charge from one point to another is 1 joule, then the potential difference between these 2 points is said to be 1 volt. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് 1 കൂളം ഇലക്ട്രിക് ചാർജ് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 ജൂളാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷനാണ് വർക്ക് ഡൺ W ബൈ ചാർജ് Q. യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ ബൈ യൂണിറ്റ് ഓഫ് ചാർജ്. വർക്ക് ഡണ്ടെ യൂണിറ്റ് ജൂളും ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളവുമാണ്. ദിസ് ഈസ് നോൺ ആസ് വോൾട്ട്. അപ്പോൾ നമ്മൾ V എന്ന് പറയുന്ന ലെറ്ററോടാണ് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് നെയ്മഡ് ഇൻ ഓണർ ഓഫ് ദ സയൻറ്റിസ്റ്റ് അലക്സാൻഡ്രോ വോൾട്ട. അപ്പോൾ അലക്സാൻഡ്രോ വോൾട്ട എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ യൂണിറ്റിന് ഈ പേര് കൊടുത്തത്. The commonly used torch cell is an example of a source of EMF. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടോർച്ച് സെല്ല് EMFൻ്റെ സോഴ്സിന് ഒരു എക്സാമ്പിളാണ്. ഇനി കൂടുതൽ എക്സാമ്പിൾ എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബട്ടൺ സെല്ല് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡൈനാമോ സ്റ്റോറേജ് ബാറ്ററി ഒക്കെ ആഡ് ചെയ്യാം. തന്നിരിക്കുന്ന ടേബിളിൽ എനർജി ചേഞ്ചസ് ഏതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ടോർച്ച് സെല്ല് തന്നിട്ടുണ്ട്, കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ജനറേറ്ററിൽ മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇനി ബട്ടൺ സെല്ല് എങ്ങനെ വരും? കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇനി നമുക്ക് അതിലേക്ക് ഫ്യൂവൽ സെല്ല് ആഡ് ചെയ്യാം, കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇതോടുകൂടി ഫസ്റ്റ് പാർട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും കാണാം.